ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1451 ദിവസമായി ഇന്ന് 2025 മെയ് മാസം 5 തീയതി തിങ്കളാഴ്ച. 1200 ആണ്ട് മേടമാസം 22 തീയതി. ഗുരുവചനങ്ങളിലൂടെ സൗകര്യം കിട്ടുമ്പോൾ മരങ്ങൾ വച്ച് പിടിപ്പിക്കണം, തണലുമായി പഴവുമായി. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 19ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അവസാനം മഹാത്മാഗാന്ധി തന്നെ നേരിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുവാനും കഴിയുമെങ്കിൽ സംഘർഷം ഒഴിവാക്കാനും വേണ്ടി തിരുവിതാംകൂർ സന്ദർശിക്കുകയുണ്ടായി. എല്ലാ തൽപരകക്ഷികളെയും അദ്ദേഹം ആ അവസരത്തിൽ നേരിട്ട് കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു. ആ അവസരത്തിലാണ് ഗുരുവിനെ സന്ദർശിക്കുവാനായി വർക്കല വന്നതും. അപ്രകാരമായിരുന്നു വർക്കലയിലെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ സംയമിയായി കഴിഞ്ഞിരുന്ന നാരായണ ഗുരു സബർമതിയിലെ ചരിത്രനായകനെ ആദ്യമായി കാണുവാനിടയായത്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രതന്ത്ര പ്രധാനമായ പരിപാടികൾ ഒരു നവോത്ഥാനത്തിൻ്റെ വേലിയേറ്റമായിരുന്നുവെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഉന്നം രാഷ്ട്രീയമായിരുന്നെങ്കിലും അതോടൊപ്പം ജനങ്ങളെ ആധ്യാത്മത്തിൽ തൽപരരാക്കുവാൻ അദ്ദേഹം യത്നിച്ചിരുന്നു. ജനതയ്ക്ക് ആത്മസംശുദ്ധി കൈവരുത്തുവാൻ സത്യാഗ്രഹം ഒരു ഉത്തമ ഉപായമായി അദ്ദേഹം കരുതിപ്പോന്നു. അതുകൊണ്ട് തൻ്റെ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുവാൻ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്യുക പതിവായിരുന്നു. സാധാരണക്കാരന് നന്മ കൈവരുത്തുവാനുള്ള ആകാംക്ഷ രാവും പകലും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ ശരീരം കൃശമായിരുന്നുവെങ്കിലും അതിൽ മുറ്റി നിന്നിരുന്ന മുഴുവൻ ആത്മാർത്ഥതയും ഈ ഒരൊറ്റ ആവശ്യത്തിൻ്റെ നിറവേറ്റലിനു വേണ്ടി സദാ ദാഹിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ തൻ്റെ പദ്ധതികൾ പരാജയപ്പെടുകയോ വിപരീതമായ ഫലമുണ്ടാക്കുകയോ ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം ഗാന്ധിജി തൻ്റെ തെറ്റ് ഹിമാലയൻ മൗഢ്യമായി കരുതി അതേറ്റു പറയുകയും ദൈവത്തോട് പശ്ചാത്താപപൂർവം ക്ഷമ ചോദിക്കുകയും ചെയ്യുക സാധാരണമായിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.